ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് മിസ്റ്റർ ലൈഫ് വ്ലോഗർ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് എന്താ വെച്ചാൽ പോണ്ടിച്ചേരി വ്ളോഗ് പാർട്ട് 2 ചെയ്യണതിന് മുന്നേ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ കൊള്ളാം, ആസ് എ ബിഗിനർ നല്ല വീഡിയോ ആയിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ വളരെ പേടിച്ചിട്ടാണ് ഈ ചാനലിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത്. ആൾക്കാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ എന്താ വെച്ചാൽ ഫാമിലിയിൽ നിന്നും കസിൻസിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് മെയിൻ കാര്യം. എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരും നമ്മുടെ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലുള്ളൂ, ബാക്കിയുള്ളവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോണ്ടിച്ചേരി വ്ളോഗ് പാർട്ട് 2 ആണ് ഇടാൻ പോണത്. അതിൽ ഇതേപോലെ വോയിസ് ഓവർ, ഒരു പകുതി വീഡിയോ വോയിസ് ഓവർ ആയിരിക്കും. ക്യാമറ ഷൈ ആയതുകൊണ്ടാണ്, സോറി. അത് മാറി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും മൊത്തമായിട്ട് ഞാൻ ക്യാമറ ഷൈ മാറിയിട്ടില്ല. ഇപ്പോഴും റോട്ടിൽ കൂടെ ഒക്കെ ആൾക്കാർ പോകുമ്പോൾ ഞാൻ വീഡിയോ നിർത്തിയിട്ടാണ് എടുക്കണേ. ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ 6ാമത്തെ ടൈക്കാണ്. ആൾക്കാർ പോകും, ഞാൻ നിർത്തും, ആൾക്കാർ പോകും, ഞാൻ നിർത്തും. ചെറിക്കും മടി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ ഒരു ഹാഫ് ഓഫ് ദ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ വോയിസ് ഓവർ മാറ്റി ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ താങ്ക്സ് ഗൈസ്. ഒരു കാര്യം പറയാൻ മറന്നു, എന്താ വെച്ചാൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം നിങ്ങൾ സജഷൻസ് പറഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് എനിക്ക് നല്ല വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സജഷൻസ് പറയുക. ഓക്കെ, താങ്ക് യു, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പോണ്ടിച്ചേരി വ്ളോഗ് പാർട്ട് 2. അപ്പോൾ ഇത് പോണ്ടിച്ചേരി വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം, പോയി കാണുക. കേരളത്തിൽ നമ്മൾ ഇവിടം വരെ എത്തിയ യാത്രേൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഗണപതിക്കുള്ള മുട്ടാർക്കലൊക്കെ വാതിലിൻ്റെ മുകളിൽ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി, അധികം ലേറ്റ് ആവാതെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്സ് പറഞ്ഞൊരു കഫേ കേട്ടോ. അവിടെ ഏതൊക്കെയോ റീലോ എന്തൊക്കെയോ കണ്ടു വെച്ചിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ രാവിലെ തന്നെ. അപ്പോൾ അതെന്തോ ഫ്രഞ്ച് സ്റ്റൈൽ ഫുഡൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോയി കഴിച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ പോണ്ടിച്ചേരി പിന്നെ ഹെൽമെറ്റ് വെച്ച് പോയ പോലീസുകാർ പിടിക്കുന്നു തോന്നുന്നുണ്ട്. കാരണം ഒരാൾ പോലും ഹെൽമെറ്റ് ഇടില്ല. അതിപ്പോൾ 2 ആൾ വെച്ചിട്ട് പോവുകയാണെങ്കിലും 3 ആൾ വെച്ചിട്ട് പോവുകയാണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഒന്നും ഹെൽമെറ്റ് ഇടില്ല. ട്രിപ്പിൾസ് പിന്നെ ഇവിടെ ഒരു വിഷയമേ അല്ല. കണ്ടില്ല, ഇത്ര നേരമായിട്ട് ഒരൊറ്റ ആളെ പോലെ ഹെൽമെറ്റ് വെച്ച് കണ്ടിട്ടില്ല മര്യാദയ്ക്ക്. ഇതൊക്കെ കേരളത്തിലാവണമായിരുന്നു മക്കളെ, എന്നാണ്ടല്ലോ പൊളിച്ചേനെ പോലീസുകാരന്മാർ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ. ഇവിടെ പിന്നെ പെട്രോൾ അടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ ആകെ 94 രൂപയെ പെട്രോളിനുള്ളൂ. നമ്മൾ ബൈക്ക് റൈഡേഴ്സിന് ഇതന്നെ വലിയൊരു സന്തോഷം കേട്ടോ. പെട്രോളിന് വില കുറയുക പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം വേറില്ല. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ വഴിയോരത്തൊക്കെ നിറച്ച് പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗി അത് കാണാൻ.
നമ്മൾ മലയാളീസിന് അത് കണ്ട് കഴിഞ്ഞാൽ സ്വപ്നക്കൂടിൽ മീര ജാസ്മിനെ ഓർമ്മ വരിക. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കഫേയിലെത്തി കേട്ടോ. ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്സ്. ഇതിപ്പോൾ ഈ കഫേ കണ്ടപ്പോൾ തന്നെ ഹീറോ സിനിമയിൽ അനൂപ് മേനോൻ പറഞ്ഞ പോലെ കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങ് ചാർജായി. ഈ കഫേ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫ്രഞ്ച് കോളനിയുടെ അടുത്താട്ടോ, അഥവാ വൈറ്റ് ടൗണിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ അതേ ഒരു ഡിസൈനും ആ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ ലുക്കൊക്കെ തന്നെയാണ് ഈ ഒരു കഫേക്കുള്ളത്. കാണാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാട്ടോ സ്ഥലം. കണ്ടില്ലേ, പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പാണ് സംഭവം. നമ്മൾ അത്യാവശ്യം നേരത്തെ അവിടെ എത്തിയോണ്ട് തന്നെ ആൾക്കാർ വളരെ കമ്മിയായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ നല്ലൊരു വൈബുള്ളൊരു ടേബിൾ നോക്കി നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ. എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല, അപ്പോൾ ഞാനത് ഒഴിവാക്കി. അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കാൻ. ഒക്കെ മനസ്സിലായി, എല്ലാം മനസ്സിലായി. വായിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അത് ഫ്രഞ്ച് നെയിംസാണ്. ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ട് അതേമാതിരി അവിടെ വെച്ചു. ബാക്കി പിന്നെ അവളായി അവളുടെ പാടായി. അവളെന്തൊക്കെയോ നോക്കി കണ്ടിട്ടൊക്കെയാണ് വന്നെന്നെ ഓർഡർ ചെയ്യാൻ. അപ്പോൾ പിന്നെ അവൾ ഓർഡർ ചെയ്തോളും. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ജാനക്കുട്ടീനെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിവിടെ കടന്നോട്ടെ വിചാരിച്ച്. ചേച്ചീൻ്റെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഒക്കെ ഒന്ന് തുറന്ന് നോക്കി, എല്ലാം ഒന്ന് വായിച്ച് വെക്കണ മാതിരിയൊക്കെ നോക്കി. പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങളാണ്, എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ടോഫു എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ ടർട്ടൈൻസോ, നമുക്കെന്ത് മനസ്സിലാവണം? നമുക്ക് ബിരിയാണി, ബീഫ്, മന്തി, അൽഫാം, പൊറോട്ട, അതൊക്കെയല്ലേ നമുക്കറിയുള്ളൂ. മസാല ദോശ. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്യലൊക്കെ അവൾക്ക് കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. അവൾ ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്തു. ഇവിടെ ഇവർ ചെയ്ത് ഈ അറേഞ്ച്മെൻറ്റും ഈ സെറ്റപ്പും ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഫോട്ടോസ് എടുക്കാമെന്ന് മാത്രമല്ല, നമുക്ക് അവിടെ വന്ന് ഇരുന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇത് വരണത് റൂഫ് ടോപ്പിലാണ്. പിന്നെ കണ്ടില്ല, കുറേ കേക്ക്സൊക്കെ ഇരിക്കേണ്ടത്. എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു, എല്ലാവരും കാണിക്കാമല്ലോ. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത രീതി, അവിടുത്തെ ആ ഒരു പ്ലാൻസ്, അതൊക്കെ കാണാൻ വേറെ ഭംഗിയാട്ടോ, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് സാധനം വന്നിട്ടോ, ക്രോസോണ്ട്. ഇതാണ് സംഭവം. കാണാനൊക്കെ കൊള്ളാട്ടാ. ഇത് ഹോട്ട് ചോക്ലേറ്റ്. അത് അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഫുഡ് വന്നപ്പോൾ അവളുടെ മുഖത്തുള്ള ചിരി കണ്ടില്ലേ. ഈ ഗേൾസിന് പൊതുവേ ഫുഡിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയ എല്ലാ മൂഡ് സ്വിങ്സും പമ്പ കിടക്കും, ഹാപ്പിയാവും. അങ്ങനെ ഞങ്ങൾ അത് കാലിയാക്കിയപ്പോഴേക്കും അടുത്ത സാധനം വന്നു, റാപ്സ്. ഇതും സാധനം കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുളപ്പിച്ച ചെറുപയർ, അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ എന്തായാലും ഒടുക്കത്തെ ഹാപ്പിയാണ്. നമുക്ക് പിന്നെ അത് മതിയല്ലോ.
ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയ ആളുടെ ഒരു ആട്ടം കേട്ടോ, കണ്ടില്ലേ? ഇതാണ് സാധനം. അങ്ങനെ ഞങ്ങൾ അത് തീർത്തപ്പത്തിനും അടുത്ത സംഭവത്തിൽ പാൻ കേക്ക്. ഇതിൽ സംഭവം പാളി. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മട്ടിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു മധുരമൊക്കെ ഉള്ളൊരു സാധനമാണത്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായപ്പോഴേക്കും അവിടെ നിന്ന് അറിഞ്ഞു കേട്ടോ, നിറച്ച ആൾക്കാരായി, നല്ല തിരക്കായി. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് കോളനി കേട്ടോ, വൈറ്റോ. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടി പിടിച്ച് നേരെ. അപ്പം നമ്മൾ പതിവ് പോലെ ബൈക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. ആ ബിൽഡിങ്സ് കാണാനുള്ള ഭംഗി, അതിൻ്റെ പെയിൻറ് സ്കീംസ് ഒക്കെ ആ ഒരു ലെവലിലാണ് അവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫ്രെയിംസ് ആട്ടോ. എവിടെ നോക്കിയാലും നല്ല നല്ല ഫ്രെയിംസാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാവരുടെയും സംശയം പോലെ തന്നെ ഈ സ്ഥലത്തിന് ഫ്രഞ്ച് കോളനി എന്ന് പേര് വരാൻ കാരണം 1954 വരെ ഈ സ്ഥലം ഫ്രാൻസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു. അവരന്ന് പോണ്ടിച്ചേരിനെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഡിഫറെൻ്റായി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ് ഇപ്പോഴും ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഇവിടുത്തെ കഫേസും ഒക്കെ ഒരു ഫ്രഞ്ച് സ്റ്റൈലിൽ തന്നെ നിൽക്കുന്നത്. ബിൽഡിങ്സും കഫേസും മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ റൂൾസും ഭയങ്കര ഡിഫറൻസാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ. ഈ വൈറ്റ് ടൗണിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന ഒരു ചർച്ചാണ് കേട്ടോ ഈ അവർ ലേഡി ഏഞ്ചൽസ് ചർച്ച്. ഇവിടെ നമുക്ക് ആ ആർക്കിടെക്ചറിൽ ഒരു ഡിഫറൻസും ഒക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലും കാണാം കേട്ടോ. അപ്പം നമ്മൾ അവിടേക്കൊന്ന് മൊത്തം ചുറ്റി കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ റൂമാട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, രണ്ടാളും നല്ല ടയേർഡായി. അപ്പോൾ റൂമിൽ പോയിട്ട് വെയിൽ മാറിയിട്ട് ഇറങ്ങുക എന്നുള്ള പ്ലാനിൽ നമ്മൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ച്. അങ്ങനെ ചൂടൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ ഏതൻ ബീച്ച് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ചൂടുണ്ട്, എന്നാലും ചെറിയൊരു ശമനം. സംഭവം ഈ ടോപ്പ് ബോക്സ് നല്ല അടുത്തേക്ക് പാടി. ടോപ്പ് ബോക്സ് ദൂരത്തേക്ക് പോകുമ്പോൾ മാത്രം. ഇതിൻ്റെ മെയിൻ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ടായിട്ട് എങ്ങനെയും അടുത്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ നമുക്ക് റെയിൻ കോട്ട്, പവർ ബാങ്ക്, ഈ കയ്യിലുള്ള ചെറിയ ബാഗിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇതിൽ വെക്കാം. അത് ഭയങ്കര ഉപകാരമാണ്. മെയിനായിട്ട് റെയിൻ കോട്ട്, കുട, അങ്ങനത്തെ സാധനങ്ങൾ.
നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഞങ്ങളുടെ ലിസ്റ്റിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൻ ബീച്ച്. അവിടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഇവിടെ ഈ റോഡിൻ്റെ നടുവിൽ ഡിവൈഡറൊക്കെ അവർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫ്ലക്സ് മെയിനാണ്. കല്യാണം ആയിക്കോട്ടെ, പെൺകുട്ടികളുടെ വയസ്സറിയിക്കലായിക്കോട്ടെ, ചെറിയ കുട്ടീൻ്റെ 1-ാം പിറന്നാളായിക്കോട്ടെ, ഫ്ലക്സ് മെയിനാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ സേഫായി പാർക്ക് ചെയ്തു. അപ്പോൾ അതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പുറം സൈഡിലേക്ക് നടന്നു പോകണം. അത്യാവശ്യം കുറച്ച് നേരം വെയിൽ കൊള്ളാണ്ട്, അതുകൊണ്ട് കൊടുക്കും. അക്ക 4 വീലർക്ക് എവ്വളോ 50 ഇതവിടെ കടപ്പുറത്ത് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാട്ടോ. സ്കൂൾ വിട്ട പോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ കയ്യിലും ചോറും പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല കേട്ടോ. ഈ കാണുന്ന സ്ഥലത്താട്ടോ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. കയാക്കിംഗ്, വാട്ടർ ബോൾ, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. ഗൈസ്, ബീച്ച് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഞങ്ങളിപ്പോൾ സമയം ഏകദേശം 3:30. വെയിൽ മാറുന്നവരെ അവിടെ ഇരുന്നിട്ട് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ വെച്ചിട്ടാണ്. അവിടെ ഒരു രക്ഷയില്ലാത്ത വൈബ് പറഞ്ഞാൽ കിടിലം വൈബ് സ്ഥലം. അപ്പം നീ ഇത്ര നേരം അങ്ങോട്ട് നോക്കിയില്ല, കരുതേ നന്നായി. ഞാനാദ്യം ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ അയ്യേ ബീച്ച്, കോഴിക്കോടൊക്കെ ബീച്ച് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ, ഇപ്പം എന്താ തേങ്ങ ഇത്രയെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നത്. പക്ഷെ വിചാരിച്ച മാതിരിയല്ല, ബീച്ച് ഇപ്പോൾ രക്ഷയില്ല, കിട്ടില്ല, അടിപൊളി. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ എത്രയ്ക്കുണ്ട്. എൻ്റെ മോനെ, പക്ഷെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കാണ്. ഇതൊക്കെ ഓപ്പൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ ഓപ്പൺ ആകുന്നുണ്ടാവും. ഇത് ശരിക്കും മിസ് ചെയ്യാൻ പെടാത്തൊരു സ്ഥലം കേട്ടോ ഏതൻ ബീച്ച്. ഭയങ്കര വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ പോയിട്ടുള്ളൊരു വൈബിൻ്റെ കുറച്ചൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി ഇവിടെ വരണം. ബാക്കിയൊക്കെ സാധാ ചൂടും കാര്യങ്ങളാണ്, സാധാ പോലത്തെ ടൗണ്, സാധാ പോലത്തെ ബീച്ച്. പക്ഷെ ഇവിടെ മാത്രം അത് കണ്ടില്ലേ, ആ ഗോവയിലത്തെ ഒരു വൈബ് കുറച്ചുള്ളത് ഇവിടെയാണ്. അത്ര ഷോപ്സും, ഒരുപാട് ഷോപ്സ്, സീ ഫുഡ്, ഉപ്പിലിട്ട സാധനങ്ങൾ, തിന്നാൻ കുറേ ഉണ്ട്.
നമ്മുടെ കേരളത്തിൻ്റെ ചെറിയ ടച്ചൊക്കെയുള്ള ഒരു ഏരിയ ഇവിടെയാണ്. പിന്നെ കുറച്ച് ഉച്ചയ്ക്കൊന്നും ഇവിടെ ഈ സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരിക്കും, എവിടെയും പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര റിസ്ക് ഉണ്ടാവില്ല, കാരണം നല്ല തണലും പിന്നെ ചെറിയ കാറ്റും പിന്നെ നല്ല കടകളും ഫുഡും. സീ ഫുഡിന് ഒരു പഞ്ഞുമില്ല, എവിടെ നോക്കിയാലും സീ ഫുഡ്. പിന്നെ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ല ഫിഷൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും കഴിച്ചു നോക്കാം. ഇന്നലെ കഴിച്ച ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഫുഡ് ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചിട്ട് ഇന്ന് രാവിലെ വയറിനൊരു കുഴപ്പമില്ല. ఇది ఎరా అప్పుడు నిండలా ఎరా 150 ఎక్స్ట్రా పీస్ ఆడుతున్నాం രണ്ട് 1200 ഞണ്ടിങ് ഇത് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് തിരഞ്ഞെടുത്തതാണ്. ഒരാൾ വന്നിട്ട് കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. സോ കഴിച്ച് നോക്കി നോക്കാം. எது நல்லா இருக்குன்னு நீங்க சொல்லுங்க. ஜிலேபி நல்லா இருக்கும். நீங்கள் சூஸ் பண்ணுங்க. அதிகம் ஜிலேபி சாப்பிட்டதில்லை. சீ ஃபுட் எல்லா ஃபுட்டுமே நான் டேஸ்ட் பண்ணிட்டேன். இது வரைக்கும் நான் பால் சாப்பிட்டதில்லை. ஜிலேபி சாப்பிட்டதில்லை. ஆனால் எனக்கு டேஸ்ட் தெரியாது. ஆனால் ஜிலேபி நிறைய பேர் லைக் பண்ணுறாங்க. அப்படியா? மாங்காய் ஊறுகாவா? ஏன்னா அதில் ஒன்று இதில் ஒன்று சரி, அப்படின்னா இது ஒன்று ஜிலேபி ஒன்று ஜிலேபி ஒன்று போடி, இது ஒன்று போடுங்க. അപ്പോൾ നമ്മൾ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തന്നെ? ஆர மீன் ஒன்று, ஜிலேபி ஒன்று, எறா ஒன்று, மீன் குழம்போட சாப்பாடு ஒன்று. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വന്ന് കഴിക്കാൻ പറയുന്നത്. പക്ഷെ കൊള്ളാട്ടോ, ഫ്രഷ് ആവും, ആകുമായിരിക്കും, ആവും വേണ്ടിരിക്കില്ല. പക്ഷെ അവരുടെ ബിഹേവിയറൊക്കെ അടിപൊളിയാണ്. കഴിച്ചോക്കാം. ലെറ്റ്സ് സീ. ഇവിടെ ഗെയിംസ് കുറേ ഉണ്ട്. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇതിലിടും. ആ ഗെയിംസ് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് കുറേ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ റൈറ്റ്സ് ഉണ്ട്. നീ ഏതാച്ചാ ഓർഡർ ചെയ്ത്? ഞാൻ കഴിച്ചോണ്ട് വന്ന് കഴിഞ്ഞ ஓகே சொல்லிடுறேன். வீடியோ பார்த்து தானே இங்கே வந்தோம். ஒரு ரீசெண்டாக 1 வீக் முன்னாடி ஹோஸ்டல்லேருந்து ஒரு அக்கௌண்ட் வந்தாங்க. அவங்க டிஸ்கேர் அண்ணன் வந்து பார்த்துட்டு போனாங்க. அவங்க வந்து வீடியோ போட்டு போனாங்க. திருப்பி அவங்க பேர் சொல்லி ஒரு 10 கிலோ சாப்பிட்டு போகிறாங்க. ஃபுட்டு நல்லா இருந்தா நம்ம வந்து இந்த நண்டு இதெல்லாம் ஃப்ரெஷ் தானே? நான் பிடிச்சிருந்தேன், அதான டேஸ்ட். நம்ம மார்க்கெட் வாங்குறோம், நம்ம வாங்குறது எப்படின்னா இந்த ஸ்குட்டு இப்போ அதுவும் கிடைக்கிறது இல்லை. ஆனால் ஸ்குட்டே நான் போடுறது இல்லை. ஸ்குட்டு போட்டு இதெல்லாம் நீங்கள் பிடிக்கிறதா? மோஸ்ட்லி நான் பிடிக்கிறதான். வாவ், இது சின்ன மீன், பாறை, நண்டு, இப்போ எல்லாம் தான் வாங்குவேன் மார்க்கெட். வச்சிருமா இந்த ஜிலேபி அந்த மீன்ல டேம் மீன் இல்லை அது. டேம் மீன் ஜிலேபியா? டேம் மீன் அப்படி இதை நிறைய பேர் இங்கே வந்து சீப்புன்னு சொல்கிறாங்க. ഇതെല്ലാം ഇവർ തന്നെ സ്വന്തമായിട്ട് കടലിൽ പോയി പിടിക്കുന്ന ഫിഷ്. അവർ പിടിച്ചതിൻ്റെ ബാക്കി കുറച്ച് വിൽക്കും, ബാക്കി അവരിവിടെ അവരെ കച്ചവടത്തിനായിട്ട് എടുക്കും. സോ യൂട്യൂബിൽ ഒരുപാട് പേര് ഈ കടേൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ആണോ ഉങ്ക പേരെന്നെ? പ്രദീപ്. ഷോപ്പോட പേര് சொல்லுங்க. ஷோப்போட வசந்தி ஸ்ட்ரீட். ஓகே சின்ன கிராமத்து. ஓகே, காலையில் சாப்பிட்டு போனாங்க. பெரிய மீன் டேஸ்ட் பண்ணிட்டு போனாங்க. സാധനമൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ബാക്കി തിന്നിട്ട് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. കഴിച്ചിട്ട് നോക്കി നോക്കാം. സാധനം റെഡി ആവുന്നുണ്ട്, ബാക്കി കഴിച്ചിട്ട് നോക്കി നോക്കാൻ പറയാം. പക്ഷെ അവരുടെ സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ടിട്ട് ട്രൈ ചെയ്യണം. നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ്. പിന്നെ നമ്മുടെ ബാക്കിലിരിക്കുന്ന ടീം അവർ രാവിലെ വന്ന് കഴിച്ചിട്ട് അവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് അവർ വൈകുന്നേരം ആദ്യം വന്നതാണ്. അവരിപ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഫിഷൊക്കെ അയാൾ സ്വന്തമായിട്ട് അയാൾ പിടിക്കുന്ന ഫിഷാണെന്ന്. അങ്ങനെ പറയണത് അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ആ ഫിഷ് പുള്ളി തന്നെ പിടിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഒരുപാട് പേര് അവിടെ നിന്ന് കഴിക്കുന്നത്. അങ്ങനെ നമ്മളിതുവരെ നടന്നു വന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇവരുടെ കടയാണ്. അങ്ങനെ കഴിച്ചോക്കിയിട്ട് പറയാൻ ബാക്കി.
കാണുമ്പോൾ അതിൽ വെള്ളം വരുന്നു. ബാക്കി തിന്ന് നോക്കാം. എടി ആ ഫിഷിൽ നിന്നൊരു ഈ സാധനം ഫിഷ് കറി എടി ആ പ്രോൺസ് ഒന്നും കൂടി വേണ്ട കേട്ടോ. പ്രോൺസ് അടിപൊളിയാണ്. നല്ല എന്താ പറയുക ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് അല്ലേ? ഇന്നേക്കൊരു പൊടി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നീ ബാക്കി നീ വയറിന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ പറയാം. ഫുഡ് വായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഈവനിങ് ഫുള്ളായിട്ട് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാമല്ലോ അവിടെ. രാവിലെ മാക്സിമം വരാതിരിക്കുക. അതെ ഈ ഒരു ടൈമിൽ അതെ ഒരു ഉച്ചരിഞ്ഞിട്ട് വരുന്ന രീതിക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവിടെ നിന്നാക്കിയിട്ട് പിന്നെ ഇവിടെ കുറേ ചില്ലിയുള്ള സെറ്റപ്പും കുറേ ഇതേമാതിരി ചിൽഡ്രൻസിൽ കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും വണ്ടി അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്ത് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ഈവനിങ് ഫ്രീ ആയിട്ട് വെയിലൊക്കെ പോയിട്ട് എണീറ്റ് ബീച്ച് കാണാൻ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അല്ലേടി വെയിലൊക്കെ പോയി. ഇനിയിപ്പോൾ മെല്ലെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുക. അപ്പുറത്തേക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഇവിടെ അടിപൊളിയല്ലേ? ലൈറ്റിങ് കാണിച്ചാലും ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ അടിപൊളിയാണ്. കറക്റ്റ് ഒരു ഗോവയത്തെ ഒരു ഫീൽ ഉണ്ട് ഇവിടെ. നൈസ്. നമുക്ക് ബീച്ചിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. ഒരു നല്ല കാറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് ഇനി ബീച്ചിലേക്ക് ഇറങ്ങി വെക്കാൻ വിചാരിക്കാം. ബീച്ച് ഇതെന്തോ പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ടല്ലേടി? സംഭവം കോഴിക്കോട് ബീച്ചിൻ്റെ മാതിരി ഒന്നല്ല കേട്ടോ. അതിലേറെ എന്തോ ഒരു പ്രത്യേകത ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയുണ്ട്. സംഭവം നേരിട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കോഴിക്കോട് ബീച്ച് പോലെ അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ ചേഞ്ചിങ് റൂംസ് ഉണ്ട്. അതെ ചേഞ്ചിങ് റൂംസ് ഉണ്ട്. എല്ലാവരും പറയണ ഇറ്റ്സ് ദ ക്ലീനസ്റ്റ് ബീച്ച് ഇൻ പോണ്ടിച്ചേരി. ഏതൻ ബീച്ചും പിന്നെ പാരഡൈസ് ബീച്ചും ഇത് രണ്ടും മിസ് ഔട്ട് ചെയ്തിരുന്ന എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ തീരുമാനം നല്ലോണം കൂടി കയറി വരുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പർ സൈഡ് പോയിരുന്നു അല്ലേ? Sting can be extremely painful. Stay out of the water. വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ് മോഞ്ചി കാരണം ഈ ബീച്ചിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞതാ ആ കാണുന്നത് കണ്ടോ? ആ കുറേ മണലൊക്കെ കാണുന്നത് അവിടെയാണ്. അങ്ങോട്ട് കടത്തി വിടുന്നില്ല. എന്താ സംഭവം ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോൾ തിരമാലകൾ ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവിടെയാണ്. അവിടെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്.
ഇവിടെ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഈ സൈഡിൽ കടത്തി വിടുള്ളൂ. ആ ഒരു വാച്ച് ടവറിൻ്റെ അപ്പുറത്തേക്കൊന്നും കടത്തി വിടുന്നില്ല. അത് ഈ ഒരു സംഭവത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നു. ആകെ ചടച്ചു, ആകെ മൂട് പോയി. ബീച്ചിൻ്റെ നല്ല ഭംഗിയുള്ള ഭാഗത്തേക്ക് അവർ കടത്തി വിടുന്നില്ല. ഒരു ഭാഗം അതിൽ തന്നെ ആകെ റഷ്. ഞാൻ വീഡിയോ ഇട്ടുണ്ട്. അതിൽ തന്നെ ഭയങ്കര റഷ്. നല്ല ഭാഗത്തേക്ക് കാണാൻ എന്താ പറയുക, ഹെവൻ പോലെ ഉണ്ട് അവിടെ. എന്ത് രസമാണ് അവിടെ ആ ഭാഗത്ത്. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അവിടേക്ക് കടത്തി വിടുന്നില്ല. എന്ത് തേങ്ങയാണ് അവിടെ. ഇത്ര ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ട് കടത്തി വിട്ടില്ലെങ്കിൽ എന്താ കാര്യം? പക്ഷെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ആ ഭാഗം കാണില്ലടി. ഇപ്പോൾ ക്ലോസ് ചെയ്തതാണോ? ഇനിയിപ്പോൾ 5:45. അപ്പോൾ ക്ലോസിങ് ടൈം ആവുകൊണ്ട് കടത്തി വിടാത്തതാണോ ഒന്നും അറിയില്ല. സി ആ സൈഡ് ഒരു രക്ഷയില്ല കാണാൻ. ഇപ്പോൾ ഗോപ്രോലാവുകൊണ്ട് അധികം കാണൂല അങ്ങോട്ട്. ആ സൈഡാണ് മെയിൻ സ്ഥലം കിടക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ സ്ഥലത്തേക്ക് നമ്മളെ കടത്തി വിടില്ല ഗൈസ്. മൂഞ്ചിരിക്കുന്നു. ഇങ്ങനൊരു മാങ്ങ പ്രാന്തരം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഏതൻ ബീച്ചിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റോക്ക് ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് പറഞ്ഞാൽ ഈ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ആർക്കും പരിചയം ഉണ്ടാവില്ല. ഇവിടെ കുറേ റിനോവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോസും കൂടി കാണിച്ചു തന്നാൽ മലയാളീസിന് മനസ്സിലാവും ഇതേതാ സ്ഥലം, ഇതെവിടെയാണ് എന്ന്. ഇവിടെ 6 മണിക്ക് ശേഷം വണ്ടികളൊന്നും അപ്പുറം കടത്തി വിടില്ല. പിന്നെ നടന്നിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. നടക്കാനായിട്ട് ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് തോന്നുന്നത്. ഗൈസ്, ഇതാണ് ആ സ്ഥലം. സ്ഥലമാകെ മാറിയുണ്ട്. പക്ഷേ ഇങ്ങനൊരു കവാടം ഇവിടെ, ഇതിനൊരു സ്റ്റെയർ, അവിടെ മേലെ റൂംസ്, ഓപ്പൺ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരുവിധ അമ്മക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ഥലം ഏതാണ്. ആ സ്ഥലം സ്വപ്നക്കൂട് മൂവിയിലുള്ള സെയിം സ്ഥലമാണ്. അതിൽ മീര ജാസ്മിൻ്റെ വീട് ആ സ്ഥലമാണ്. പക്ഷേ റിനോവേഷൻ കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ അവർ അവിടെ എന്തൊരു കഫേ എന്തോ സെറ്റപ്പാണ്, സമ്മതിക്കുന്നില്ല. പക്ഷെ അത് ഡേഞ്ചർ അങ്ങോട്ട് പോണത്. പക്ഷേ ഇവിടെ ഭയങ്കര തിരമാല, ഭയങ്കര അഗ്രസീവാണ്. നമുക്ക് പേടിയാവും. അടിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടില്ലേ, അടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് മേത്തേക്ക് വന്നിട്ട് അടിക്കും. ഇല്ല, നമ്മൾ അധികം അടിക്ക് ഇറങ്ങണ്ട, ചുമ്മാ ഒന്ന് അടിക്ക് ഇറങ്ങി. അപ്പം നമ്മളവിടെ നിന്ന് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള GMT ഐസ്ക്രീംസിൽ കയറി. കുറേ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് അവിടെ ഉണ്ട്. ഞങ്ങളതിന്ന് ഗൂസ്ബെറിയും പിന്നെ പൈനാപ്പിളും എടുത്തു. ദയവ് ചെയ്ത് ആരും ഈ പൈനാപ്പിൾ അവിടെ നിന്ന് ട്രൈ ചെയ്യരുത് കേട്ടോ. എന്തോ പൈനാപ്പിൾ വാട്ടർ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. കൊള്ളൂല, സാധനം പോരാ. മറ്റേത് അടിപൊളി കേട്ടോ, ഗൂസ്ബെറി അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് വെറുതെ അവിടെയൊക്കെ സ്ട്രീറ്റ്സൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരി വ്ളോഗ് പാർട്ട് 2 ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.